CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം. കണ്ണൂർ നേതാക്കൾക്കിടയിലെ വിഭാഗീയതയാണ് ഗോവിന്ദനെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ. അതിനിടെ വിവാദത്തിന് പിന്നിൽ EP ജയരാജൻ എന്ന സംശയം ചർച്ചകളിലേക്ക് എത്തുകയാണ്. പരാതിക്കാരനായ ഷർഷാദിനെ EP ജയരാജൻ ഫോണിൽ വിളിച്ച് കത്തിലെ വിവരങ്ങൾ ആരാഞ്ഞതായിട്ടാണ് വിവരം. മീഡിയ വണ്ണാണ് EPക്കെതിരായ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. CPMലെ കണ്ണൂർ രാഷ്ട്രീയം കൂടുതൽ കലങ്ങിമറിയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് വിവാദങ്ങൾ. പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി കോടതി രേഖ ആയതിനാൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകന് പങ്കുണ്ടെന്നാണ് ആരോപണം. കത്ത് ചോർന്നതിനെതിരെ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പരാതി നൽകിയിരുന്നു. ഈ രേഖ പുറത്തു വന്നതിനു പിന്നിൽ ഗോവിന്ദന്റെ മകൻ ശ്യാമിന് ബന്ധമുണ്ടെന്ന ആരോപണമാണ് ചെന്നൈ വ്യവസായി ഉന്നയിക്കുന്നത്. പാർട്ടിക്ക് നൽകിയ കത്ത് എങ്ങനെ മാനനഷ്ട കേസിൽ തെളിവായി എന്ന ചോദ്യമാണ് CPM നേതാക്കളിൽ ഉയരുന്നത്. CPMന്റെ മുൻ മന്ത്രിമാർക്കെതിരെയും നിലവിലെ മന്ത്രിമാർക്കെതിരെയും പോളിറ്റ് ബ്യൂറോയ്ക്ക് ഷർഷാദ് നൽകിയ പരാതിയിൽ ആരോപണങ്ങളുണ്ട്. രാജേഷ് കൃഷ്ണ ഇവർക്കെല്ലാം പലതരത്തിൽ പണം നൽകിയിട്ടുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ വിവാദത്തിന് പിന്നാലെ EP ജയരാജൻ പരാതിക്കാരനായ ഷർഷാദിനെ വിളിച്ചെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. നേരത്തെ ജോത്സ്യൻ വിവാദം സംസ്ഥാന സമിതിയിൽ ഉയർത്തിയതും MV ഗോവിന്ദനെതിരെയുള്ള പടയൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് വിവരം. എന്നാൽ ഇപ്പോഴുയരുന്ന വിവാദത്തിന് പല തലങ്ങളുണ്ട്. രാജേഷ് കൃഷ്ണയുമായുള്ള വിവാദങ്ങളിലെ വസ്തുതകളാണ് CPMനെ ഭയപ്പെടുത്തുന്നത്. പോളിറ്റ് ബ്യൂറോയ്ക്ക് സ്വകാര്യ വ്യക്തി നൽകിയ പരാതി ചോർന്ന് കോടതി രേഖയായി എത്തിയതിൽ CPM വിശദ പരിശോധന നടത്തുമെന്ന് സൂചനയുണ്ട്. കത്ത് പുറത്തു പോയത് പാർട്ടിക്ക് നാണക്കേടായെന്ന് സംസ്ഥാന നേതൃത്വത്തെ കേന്ദ്ര നേതാക്കൾ അറിയിക്കും. CPM ജനറൽ സെക്രട്ടറി MA ബേബി തികഞ്ഞ അതൃപ്തിയിലാണ്. അതിനിടെ കണ്ണൂരിലെ ഒരു നേതാവാണ് വാർത്തയ്ക്ക് പിന്നിലെന്നും ആരോപണമുണ്ട്. കണ്ണൂർ CPMലെ ചേരിതിരിവ് അതിരൂക്ഷമാക്കുന്നതാണ് പുതിയ സംഭവം. മധുര പാർട്ടി കോൺഗ്രസിൽ നിന്നും CPM പുറത്താക്കിയ വ്യക്തിയാണ് രാജേഷ് കൃഷ്ണ. ഡൽഹി ഹൈക്കോടതിയിൽ രാജേഷ് കൃഷ്ണയാണ് പാർട്ടി രേഖ സമർപ്പിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ കുടുംബ സുഹൃത്താണ് രാജേഷ്. താൻ പാർട്ടിയുടെ പരമോന്നത സമിതിക്ക് നൽകിയ കത്ത് ചോർന്നതിനെതിരെ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പുതിയ പരാതി നൽകിയിട്ടുണ്ട്. കത്ത് ചോർത്തിയത് MV ഗോവിന്ദന്റെ മകൻ ശ്യാം ആണെന്നാണ് ആരോപണം. പല പാർട്ടി നേതാക്കളുടെയും ഉറ്റ സുഹൃത്തായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഷർഷാദ് നൽകിയ പരാതിയാണ് ചോർന്നത്. PBക്ക് വ്യവസായി നൽകിയ ഗുരുതര ആരോപണങ്ങളുള്ള പരാതി ഡൽഹി ഹൈക്കോടതിയിൽ രേഖയായി എത്തിയതിൽ പാർട്ടി നേതൃത്വം ഗൗരവത്തിൽ എടുക്കുന്നുണ്ട്. ലണ്ടൻ മലയാളി രാജേഷ് കൃഷ്ണ വഴി പാർട്ടി നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയെന്നതടക്കം ഗുരുതര ആരോപണങ്ങളാണ് പരാതിയിലുള്ളത്. കത്ത് ചോർത്തിയത് MV ഗോവിന്ദന്റെ മകനാണെന്ന് സംശയിക്കുന്നുവെന്ന് പാർട്ടിക്ക് പരാതി നൽകിയ ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പറഞ്ഞു. ചോർച്ച അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് MA ബേബിക്ക് പുതിയ പരാതി നൽകിയത്. PBക്ക് നൽകിയ പരാതി ഡൽഹി ഹൈക്കോടതിയിലെ മാനനഷ്ട കേസിന്റെ ഭാഗമാക്കിയെന്നാണ് പരാതി.